ഞാൻ നിയമപരമായ രീതിയിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അംഗീകരിക്കും. അല്ല ചോദ്യം ഒരു മൊഴിയെടുക്കാൻ തയ്യാറാവില്ലല്ലോ സുരേന്ദ്രൻ്റെ പാർട്ടി. കാരണം സുരേന്ദ്രനും മുരളീധരനുമാണ് ഇതിൻ്റെ ഇടനിലക്കാർ. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പുറഞ്ഞൊറിഞ്ഞു കൊടുക്കുകയാണ്. സുരേന്ദ്രൻ ജയിലിൽ കിടന്നല്ലോ പിണറായി വിജയൻ ആക്ട് ചെയ്തിരുന്നെങ്കിൽ. സുരേന്ദ്രൻ്റെ പേരും സുരേന്ദ്രൻ്റെ മകൻ്റെ പേരും പറഞ്ഞതല്ലേ, ഇത് കൊണ്ടുവന്ന കുഴൽപ്പണക്കാർ പറഞ്ഞതല്ലേ. പറഞ്ഞിട്ട് സുരേന്ദ്രനെ രക്ഷിച്ചത് എന്തിനാണ്? സുരേന്ദ്രനെ രക്ഷിച്ചത് പിണറായി വിജയനാണ്. അതുകൊണ്ട് പിണറായി വിജയനും സുരേന്ദ്രനും തമ്മിലുള്ള ഏർപ്പാട് പറഞ്ഞാൽ മതി. വി ഡി സതീശനോട് ചോദിക്കാം, ഞങ്ങൾ പറയേണ്ടടുത്ത് നല്ലതായിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സുരേന്ദ്രൻ പറഞ്ഞത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല, അതായത് വടകരയിൽ UDF ജയിക്കില്ലെന്ന്? പിന്നെ ആരെ ജയിക്കാൻ പോണത്? BJPയുടെ കാൻഡിഡേറ്റ് ജയിക്കുമെന്ന് സുരേന്ദ്രൻ പോലും അവകാശപ്പെടില്ലല്ലോ. അപ്പോൾ അവിടെ LDF ജയിക്കുമെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. അപ്പോൾ സുരേന്ദ്രൻ്റെ പാർട്ടി ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? EP ജയരാജൻ എന്താ പറയുന്നത്? കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് BJP രണ്ടാം സ്ഥാനത്ത് വരും, BJPയുടെ സ്ഥാനാർത്ഥികളൊക്കെ മിടുക്കന്മാരാണെന്ന്. അത് സുരേന്ദ്രനല്ല പറഞ്ഞത്, LDFൻ്റെ കൺവീനറാണ് പറയണത്. എന്തൊരു ബന്ധമാണ് ഇവർ തമ്മിൽ? ഞാൻ പറഞ്ഞല്ലോ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. രണ്ടുപേരും നിഷേധിച്ചു. ആദ്യം ജയരാജൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് സതീശന് വിട്ടുതരാമെന്ന് പറഞ്ഞു. ഇല്ലേ, എനിക്ക് വേണ്ട. പക്ഷെ ഇന്നലെ സമ്മതിച്ചല്ലോ ഭാര്യയ്ക്ക് ഷെയർ ഉണ്ടെന്ന്. ശരിക്കും എനിക്ക് തരണ്ടാണത്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും എനിക്ക് തരണ്ടല്ലേ? അല്ല, എനിക്ക് തരണ്ടല്ലേ? ആദ്യത്തെ ദിവസം പറ, നിങ്ങൾ ആദ്യത്തെ ദിവസം എന്താ പറഞ്ഞത്? അങ്ങനെ എനിക്കൊരു സ്വത്തുണ്ടെങ്കിൽ എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സ്വത്തുണ്ടെങ്കിൽ അത് സതീശന് വിട്ടുതരാം എന്ന് പറഞ്ഞു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അതെൻ്റെ മര്യാദ. പക്ഷെ ഇന്നലെ പറഞ്ഞത് എൻ്റെ ഭാര്യയ്ക്ക് ഷെയർ ഉണ്ടെന്നാണ്. അപ്പോൾ എനിക്ക് തരണ്ടേ?